നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് സത്യസന്ധമായ മറുപടി എനിക്ക് കിട്ടണം. ചോദിക്കാലോ. ഞാൻ കള്ളങ്ങളൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യം മാത്രമേ പറയൂ. നീ കള്ളങ്ങളൊന്നും പറയാത്തതുകൊണ്ടും എന്നോട് വിശ്വസ്തയോടുകൂടി പെരുമാറിയതും കൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതിയൊക്കെ വന്നത്. ACP, ഞാൻ 1000 വട്ടം തുറന്നു പറഞ്ഞ കാര്യങ്ങള് വീണ്ടും ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ എന്നെ വെറുതെ വിടണം. എനിക്കിനി അതൊന്നും പറയാൻ താല്പര്യമില്ല. നിന്നെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാൻ എനിക്കറിയാം. അവിടെ എന്താ നടക്കുന്നേന്ന് ഒളിച്ചിരുന്ന് കേൾക്കാം. മീനാക്ഷിയുടെ കർണത്തിട്ട് കിട്ടുന്ന ഓരോ അടിയും എന്റെ മനസ്സിന് തണുപ്പേകുന്ന മഞ്ഞുതുള്ളിയ. എന്താ പോലീസ് മുറിയാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ക്ഷമയ്ക്കും സഹനശക്തിക്കും ഒക്കെ ഒരു പരിധിയുണ്ട്. മൈഥിലി എവിടെ ഉണ്ടെന്നുള്ള സത്യം നിനക്കറിയാം. നിനക്ക് മാത്രം. നീ അത് നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയല്ലേ? സത്യം പറയാ, അവൾ എവിടെയാ? ഇപ്പൊ ഞാൻ ഇത് ഇങ്ങേരോട് പറഞ്ഞ ഇങ്ങേര് ഭ്രാന്തളകി എല്ലാം കോളമാക്കും. എന്റെ നിരപരാധിത്വം തെളിയിക്കാനും പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം അതൊന്നും പറയണ്ട. എന്താ നീ ആലോചിക്കുന്നത്? ACPക്ക് അവളെ ഇപ്പോഴും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തു പോയതാ. ഞാൻ അവളെ വിടാതെ പിന്തുടരുന്നത് അവളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്ന് വീണ്ടും എന്റെ ഭാര്യയാക്കാനൊന്നും അല്ല, അവളോട് എന്റെ പ്രതികാരം തീർക്കാനാ. നിങ്ങളിങ്ങനെ കടുംവെട്ടുകാരനായതുകൊണ്ടാവാം അവള് നിങ്ങളോട് പ്രതികാരം ചെയ്ത് ആസ്വദിക്കുക. വേഗം ചെല്ല. അവിടെ അടിപൊളി ഒരു റൗണ്ട് കഴിഞ്ഞു കാണും. അതുകൊണ്ട് നീ സത്യം പറഞ്ഞു. അവൾ എവിടെയാ? അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാനും അവളെ തിരക്കുന്നുണ്ട്, പിടിച്ചോണ്ട് വന്ന് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ, ഈ അടിമവേല അവസാനിപ്പിക്കാൻ. നിനക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. പറ, അവൾ എവിടെയാ? അവളെ രക്ഷിക്കാനേ അവൾ എന്റെ അച്ഛന്റെ മകളൊന്നും അല്ല. എനിക്കിട്ട് പണി തന്ന് മുങ്ങിയവളാ. കിട്ടിയാൽ ഉറപ്പായിട്ടും ആദ്യം അവളുടെ കരണത്തടിക്കുന്നത് ഞാനായിരിക്കും. നീ ഒരു കള്ളിയാ. അവളെ കുറിച്ചുള്ള മുഴുവൻ വിവരവും നിനക്കറിയാം. നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, വലിയ കുറ്റാന്വേഷണ വിദഗ്ധൻ. ചൂണയുണ്ടെങ്കിൽ പോയി പണി തന്ന ഭാര്യയെ കണ്ടുപിടിക്കാൻ നോക്ക്. വെറുതെ എന്നെ വരട്ടാൻ നോക്കാതെ. എന്തു പറഞ്ഞു? അയ്യേ, അച്ചിക്കൊന്തൻ അണുകുളാഞ്ചൻ ആണക്കേട്. ഇവരെന്റെ മുമ്പിൽ തട്ടുപൊളിപ്പൻ നാടകം കളിക്കുക. ഇവനെ വളച്ച് ഇവൾക്കിട്ട് എത്രയും പെട്ടെന്നൊരു പേര് വെക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.